സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് വയനാട്ടിൽ സമാപനം 7 ദിവസം നീണ്ടുനിന്ന പ്രദർശന വിപണന മേളയിൽ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. വയനാടിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകാൻ തുരങ്കപാത എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുമെന്ന് മേള ഉദ്ഘാടനം ചെയ്ത വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളും ഉൾപ്പെടുത്തിയ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് വൻ ജനപങ്കാളിത്തമാണുണ്ടായത്. സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, കലാപരിപാടികൾ എന്നിവ മേളയുടെ ആകർഷണമായിരുന്നു. ഈ മാസം 22 മുതൽ 28 വരെ കൽപ്പറ്റ SKMG സ്കൂളിലാണ് പ്രദർശനമേള സംഘടിപ്പിച്ചത്. വയനാട് ജില്ലയിൽ 15 പദ്ധതികളിലായി വരാൻ പോകുന്നത് 3110 കോടി രൂപയുടെ നിക്ഷേപമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. നിങ്ങൾക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന തുരങ്കപാത അതിന്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മണിക്കൂറുകളോളം തുരങ്കത്തിൽ നമ്മുടെ ചുരത്തിൽ കാത്തു കിടക്കേണ്ടി വന്ന ആ കാലം ഒരു പഴം ഓർമ്മയായി മാറാൻ പോകുന്ന രൂപത്തിൽ തുരങ്കപാത വരികയാണ്. വയനാട് നോക്കിയപ്പോ നിങ്ങൾ വയനാട്ടുകാരായ ഉണ്ണം പറയാണ്, നമ്മുടെ സംരംഭക വർഷത്തിന്റെ ഭാഗമായി 9588 പുതിയ സംരംഭങ്ങൾ വയനാട് ജില്ലയിൽ ഈ 3 വർഷത്തിനുള്ളിലുണ്ടായി. നേരത്തെ വ്യവസായമൊക്കെ പറയുമ്പോൾ വയനാട്ടിൽ ഇപ്പൊ എന്ത് വ്യവസായം, ആകെ ടൂറിസം അല്ലേ ഉള്ളത് എന്നാണ് കണക്കാക്കിയിരുന്നെങ്കിൽ ഇപ്പോ വയനാട് മോശമല്ല. ഞങ്ങൾ ടാർഗറ്റ് ഇട്ടപ്പോ ആദ്യ 100% അച്ചീവ് ചെയ്ത ജില്ല വയനാട് ജില്ലയാണ്. മേളയിൽ മികച്ച സ്റ്റാളുകളായി തെരഞ്ഞെടുത്ത സർക്കാർ വകുപ്പുകൾക്കും വാണിജ്യ സ്റ്റാളുകൾക്കും പുരസ്കാരവും വിതരണം ചെയ്തു. സിനിമാ താരം കൃഷ്ണപ്രഭയുടെ കലാവിരുന്നും സമാപന സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണമായും മനം നിറച്ച കലാപരിപാടികളായും ഭക്ഷ്യമേളയായും നിറഞ്ഞുനിന്ന മേളയാണ് കൽപ്പറ്റ SKMG സ്കൂൾ മൈതാനിയിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങളെ ആകർഷിച്ച ശേഷം കൊടിയിറങ്ങിയത്. ന്യൂസ് മലയാളം, വയനാട്.